നമ്മളടുത്ത് ദീപാരാധനയ്ക്ക് തൊഴുവാൻ പോവാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് മീഷോന്നെടുത്ത ടോപ്പാണ്. ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. കാണിച്ചു കൊടുത്തേ അമ്മ. നമ്മളിപ്പം നടക്കുന്നത്, അമ്മ ഒരു ബാഗ് നേരത്തെ വന്ന സമയത്ത് കണ്ടായിരുന്നു. അതിന് തപ്പിപ്പിടിച്ചുള്ള നടത്തമാണ്. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. കട അറിയില്ല. അമ്മ എവിടെയോ ഒന്ന് അമ്മയ്ക്ക് ഒരു ബാഗ് കണ്ടത് ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ ഇവിടെ മൊത്തം അരിച്ചു ഇറക്കിയാണ്. അമ്മ കണ്ടത് ഞാൻ ഈ താറ് വാങ്ങിച്ചു. കുറേ നാളുകൊണ്ട് ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇത് ഇവിടെ 240 പറഞ്ഞു. പക്ഷെ ഞാൻ അടികൂടി 200 അവർ തന്നു. ഇനി കുറവില്ല മോളിൽ നിന്ന് അവർ പറഞ്ഞു. പിന്നെ എന്തായാലും ഞാനങ്ങ് വാങ്ങി. എൻ്റെ ഏട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. അമ്മ ഇപ്പം അവിടെ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇതെത്ര അമ്മ? 150. 180 എന്നല്ലേ പറഞ്ഞേ? 150. ഓക്കെ. പിന്നെ നമ്മൾ ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ കയറിയ. ഞാൻ എപ്പോഴും ഉപ്പിട്ട ലൈമാണ് കേട്ടോ കുടിക്കുന്നത്. എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എപ്പോഴും ഉപ്പാണ്. എപ്പോൾ ഞാൻ ലൈം ജ്യൂസ് കുടിക്കുന്നെങ്കിലും ഉപ്പായിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. അമ്മ മിക്സഡും ഞാൻ ഉപ്പും. നമ്മളിവിടുന്ന് ലൈം ജ്യൂസ് പറഞ്ഞു. ലൈം ജ്യൂസിനകത്ത് നമ്മൾക്ക് കിട്ടിയ സാധനമാണ്. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. വേണമെങ്കിൽ കുടിച്ചാൽ ഒരുമാതിരി അഴുകിയ നാരങ്ങയിൽ അടിച്ച നമുക്ക് അവിടെ മൊത്തം വിളക്ക് കത്തിക്കണം. ഫുള്ള് തിരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതവർ കത്തിക്കും ഫുള്ള്. നമ്മൾ അർച്ചനയ്ക്കും അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ റെസിപ്റ്റാണിത്. ഇതവിടെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അതവർ ചെയ്ത് തരും. വൈകിട്ടായപ്പോൾ കുറച്ചുകൂടെ തിരക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു. പ്രസാദം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓരോ പോർഷനായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് മാറ്റി മാറ്റി. അല്ലെങ്കിൽ എല്ലാം കൂടി ഇരുന്ന് സ്പ്രെഡാവും ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയപ്പോൾ തന്നെ അമ്മ എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. നമ്മൾ പിന്നും വിളക്ക് വയ്ക്കാൻ വന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ വിളക്കാണ്. ടോട്ടൽ 3 വിളക്കാണ് അമ്മ വയ്ക്കുന്നത്. 3 വിളക്കാണ് വെക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വിളക്ക് വയ്ക്കാനായിട്ടാണ് വന്നത്. ഈ സമയത്ത് ആ ഒരു ചന്ദ്രനും നക്ഷത്രവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. നമ്മളിവിടെ ഇരുന്നപ്പോൾ ഒരു സിനിമ നടന്ന് കണ്ടത്. അമ്മയുടെ ബാഗ് കിട്ടിയില്ലല്ലേ? രാത്രി ഇങ്ങനെ നടക്കാൻ കൊള്ളാം അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഷോപ്പിനകത്ത് കയറിയത്. എന്തോ ഗൈസ്, എനിക്ക് ഈ ഷോപ്പിനകത്ത് കയറിയ സമയത്ത് എന്തോ ഒരു സമാധാനമുള്ള പോലെ ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു സൗണ്ടിൻ്റെയും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കെന്തോ അങ്ങനെ ഒരു പീസായിട്ടൊക്കെ അങ്ങനെയൊക്കെ തോന്നി ഗൈസ്. അങ്ങനെ എനിക്കും അമ്മയ്ക്ക് നാളെ പൂ വെക്കണമായിരുന്നു ഗൈസ്. അങ്ങനെ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് പൂവും വാങ്ങി. നമ്മൾ പിച്ചിപ്പൂവാണ് വാങ്ങിച്ചത്, കുടമുല്ലയല്ല, പിച്ചിപ്പൂവാണ് വാങ്ങിയത്. നമ്മൾ പൂ വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴി ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കാണാമെന്ന് കരുതി ഞാനും അമ്മയും കയറി അവിടേക്ക് ഇരുന്നു. നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നു. അമ്മ
അമ്മ കഞ്ഞിൻ്റെ ഊണാണ് പറഞ്ഞത്. ഈ ഒരു ഷോപ്പ് മലയാളികൾ നടത്തുന്നതാണ്. അതുകൊണ്ട് നമ്മളേതായ ഒരു ടേസ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ടൈമിലും ഇവിടെ വന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഗൈസ്. ഇനി നേരെ റൂമിൽ ചെല്ലുക ചാച്ചുക. അപ്പം നാളത്തെ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോസിൽ അടുത്ത വീഡിയോസിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, ഇതും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 10 ഉള്ളൂ. ബൈ ബൈ പറയാം.